ആലപ്പുഴയിൽ വീടിന് തീയിട്ട ശേഷം ഗൃഹനാഥൻ തൂങ്ങി മരിച്ചു. തലവടി സ്വദേശി ശ്രീകണ്ഠനാണ് മരിച്ചത്. അതുകൊണ്ടാണ് ഒരു സുഹൃത്ത് എഴുതിയിരിക്കുന്നത്, ശ്രീകണ്ഠൻ ചത്തുന്ന് വാർത്ത കേൾക്കുന്നല്ലോ എന്ന്. ഈ വാർത്ത കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കുറച്ച് കാണും എന്തായാലും. കിടപ്പ് രോഗിയായ ഭാര്യയ്ക്കും മകനും ഗുരുതരമായി പൊള്ളലേറ്റു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്ന് വളരെ വൈകി വന്നൊരു വാർത്തയാണോ ഇത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ 5:30 ഈ സംഭവം ഉണ്ടാകുന്നത്. സംഭവം നടക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ തന്നെയാണ്. തലവടി ആര്യാട് തേവൻകോട് വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ വീട്ടിലുണ്ടായിരുന്ന 75 വയസ്സുള്ള ഗൃഹനാഥൻ തന്നെയാണ് ശ്രീകണ്ഠൻ. തലേന്ന് തന്നെ വീട്ടിൽ പെട്രോൾ വാങ്ങി വെച്ചിരുന്നു. ആ പെട്രോൾ ഇന്ന് പുലർച്ചെ വീടിന് ചുറ്റും ഒഴിച്ച് വീട് കത്തിക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിലെ തന്നെ ഈ കത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ മുറിക്കകത്ത് കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. നിലവിൽ ആ സമയത്ത് വീട്ടിൽ കിടപ്പ് രോഗിയായിരുന്ന ഭാര്യ ഓമന ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മകൻ ഉണ്ണികൃഷ്ണനും ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ടു പേർക്കും പൊള്ളലേറ്റു. നാട്ടുകാരെത്തിയാണ് കിടപ്പ് രോഗിയായിട്ടുള്ള ഓമനയും ഉണ്ണികൃഷ്ണൻ അടക്കം ആദ്യം ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും എത്തിയത്. ഇരുവർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഓമനയുടെ പരിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ആലപ്പുഴ നോർത്ത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ എത്തി ശ്രീകണ്ഠൻ്റെ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കണം. എന്താണ് ഇതിനെ സംബന്ധിച്ചിട്ട് കാരണമെന്ന് പോലീസിന് ഇപ്പോഴും അറിയില്ല. നിരന്തരം വീട്ടിൽ മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആളായിരുന്നു ഈ ശ്രീകണ്ഠൻ എന്ന് പറയുന്നുണ്ട്. മകൻ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ അടക്കം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയിരുന്നു. അത് ഈ അച്ഛനുമായിട്ടുള്ള വഴക്കിനെ തുടർന്നാണ് പിണങ്ങിപ്പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഭാര്യയും മകനുമായി നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന, വീട്ടിൽ ബഹളമുണ്ടാക്കുന്ന ഒരാൾ ഈ രീതിയിൽ ഒരു കൃത്യം ചെയ്തു എന്നാണ് പോലീസ് നിലവിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ.